ഓം ശ്രീരമണായ നമഃ. ചേക്കിഴാർ സ്വാമിയുടെ പെരിയ പുരാണത്തിൽ ഇനി നാം കാണാൻ പോകുന്നത് സുന്ദരമൂർത്തി നായനാരുടെ ജനന കഥയാണ്. ഇദ്ദേഹം ജനിച്ചത് തിരുനാവലൂർ എന്ന ഗ്രാമത്തിലാണ്. തിരുനാവാലൂർ. അവിടെ ഇദ്ദേഹത്തിൻ്റെ പിതാവ് ചടയനാർ എന്ന പേരുള്ള ഒരു ബ്രാഹ്മണനായിരുന്നു. അമ്മയുടെ പേര് ഈശൈജ്ഞാനി എന്ന് പറഞ്ഞതാണ് അമ്മയുടെ പേര്. ഇവർക്ക് ഒറ്റ പുത്രനേ ഉണ്ടായിരുന്നുള്ളൂ. ആ പുത്രന് അവർ നമ്പി ആരൂരാൻ എന്ന പേര് നൽകി. ഈ ബാലനെ വളരെ ശ്രദ്ധയോടെയാണ് മാതാപിതാക്കൾ വളർത്തിക്കൊണ്ടുവന്നത്. വേദ അധ്യയനവും അതേപോലെ തന്നെ ആത്മീയ കാര്യങ്ങളിൽ താല്പര്യവും കുട്ടിക്കാലം മുതൽ തന്നെ ഈ കുട്ടിയിൽ വളർത്താൻ അച്ഛനായ ചടയനാർക്കും അമ്മയായ ഈശൈജ്ഞാനിക്കും കഴിഞ്ഞിരുന്നു. അങ്ങനെ കുട്ടി വളരെ വളരെ ആത്മീയ തലത്തിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം ഈ കുട്ടിയെ അവിടുത്തെ രാജാവായ നാടുവാഴിയായ നരസിംഹമുനയ്യാർ കാണുന്നത്. നരസിംഹമുനയ്യാർ എന്ന് പറഞ്ഞാൽ ഒരു നാടുവാഴി ഈ കുട്ടിയെ കണ്ടു. എന്നിട്ട് അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് ചെന്നിട്ട് ഈ കുട്ടിയെ തനിക്ക് തരാമോ എന്ന് ചോദിച്ചു. താൻ രാജോചിതമായി തന്നെ കുട്ടിയെ വളർത്താമെന്നും വളരെ വലിയ വിദ്യാഭ്യാസം നൽകാമെന്നും ആത്മീയ രംഗത്തും അതേപോലെ ഭൗതിക രംഗത്തും ഉയർന്ന തരത്തിലുള്ള എല്ലാ നേട്ടങ്ങളും മകൻ ഉണ്ടാക്കി കൊടുക്കാമെന്നും പറഞ്ഞിരുന്നു. അച്ഛനും അമ്മയും അത് സമ്മതിച്ചു. പക്ഷേ ഒരു കാര്യത്തിൽ അവർ നിർബന്ധ ബുദ്ധി കാണിച്ചു. അതായത് കുഞ്ഞിനെ തങ്ങളോടൊപ്പം തന്നെ താമസിക്കാൻ പ്രേരിപ്പിക്കണം. അങ്ങനെ കുഞ്ഞ് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ തന്നെ താമസിച്ച് വളർന്നു. അങ്ങനെ കുഞ്ഞ് സർവ സമൃദ്ധിയോടുകൂടി രാജോചിതമായി ഒരു യുവരാജാവിനെ പോലെ വളർന്നു വന്നു. എല്ലാ സഹായവും നരസിംഹമുനയ്യാർ എന്ന ആ നാടുവാഴി ചെയ്തു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് ഈ നമ്പിയാരൂരിന് യൗവന പ്രായമായി. പിതാവായ ചടയനാർ പുത്രനെ വിവാഹം കഴിപ്പിക്കാൻ ശ്രമിച്ചു. നാവലൂരടുത്ത് പുത്തൂർ ഗ്രാമത്തിലെ ചടങ്കവി എന്ന് പറഞ്ഞ വീരാചാര്യരുടെ പുത്രിയെ ബന്ധുജനങ്ങളെ കൊണ്ട് വിവാഹാലോചന നടത്തി. നിശ്ചയപ്രകാരം ശുഭമുഹൂർത്തവും നിർണയിച്ചു. അതിനുവേണ്ട എല്ലാ ഒരുക്കങ്ങളും ചെയ്തു. ആ ശുഭദിനത്തിൽ മാതാപിതാക്കന്മാരോടും ബന്ധുജനങ്ങളോടും കൂടി ഘോഷയാത്രയായി നമ്പിയാരൂരാൻ പുറപ്പെട്ടു. അങ്ങനെ പുത്തൂരിൽ എത്തിച്ചേർന്നപ്പോൾ അലങ്കരിപ്പിക്കപ്പെട്ട കല്യാണപ്പന്തലിൽ വധൂപിതാവിനാൽ ആനയിക്കപ്പെട്ട് വധു അവിടെ എത്തിച്ചേർന്നു. വിവാഹമണ്ഡപത്തിൽ പ്രവേശിച്ച ഉടനെ തന്നെ എങ്ങോ നിന്നോ ഒരു വൃദ്ധ-ബ്രാഹ്മണൻ അവിടെ എത്തി. എന്നിട്ട് ആ വൃദ്ധ-ബ്രാഹ്മണൻ പറഞ്ഞു, ഈ നമ്പി ആരൂരാൻ എൻ്റെ അടിമയായതുകൊണ്ട് ആ കാര്യത്തിൽ രണ്ടിലൊന്ന് തീരുമാനിച്ച ശേഷമേ ഈ വിവാഹം നടത്താവൂ. ജനങ്ങളെല്ലാം, അവിടെ കൂടിയിരുന്ന ജനങ്ങളെല്ലാം ഞെട്ടിത്തരിച്ചു. അവർ പറഞ്ഞു, താൻ പറയുന്നത് ഞങ്ങൾക്ക് വിശ്വസിക്കാനാവുന്നില്ല, അതിനുള്ള തെളിവ് തന്നേ തീരൂ എന്ന് അവിടുത്തെ ആ കൂടിയിരുന്ന ജനങ്ങളും ബന്ധുക്കളും പറഞ്ഞു. അപ്പോൾ ആ വൃദ്ധൻ പറഞ്ഞു, ഇവൻ്റെ പിതാമഹൻ താനും തൻ്റെ പുത്രനും പൗത്രനും എൻ്റെ അടിമകൾ ആയിരുന്നു കൊള്ളാമെന്ന് എനിക്ക് എഴുതി തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നമ്പിയാരൂരന് ഭയങ്കര വിഷമം തോന്നി, ദേഷ്യവും വന്നു. എന്നിട്ട് ആ യുവാവ് ഓല കാണട്ടെ എന്ന് ആവശ്യപ്പെട്ടു. നമ്പിയാരൂരാൻ്റെ ദേഷ്യം കണ്ടിട്ട് വൃദ്ധ-ബ്രാഹ്മണൻ മടിയിൽ കരുതിയിരുന്ന ഓല എടുത്ത് ആ യുവാവിന് കൊടുത്തു. ഇയാൾ ഭ്രാന്തനായിരിക്കുമെന്നും ഉടനെ തന്നെ പ്രസ്താവിക്കുകയും ചെയ്തു. അങ്ങനെ നമ്പിയാരൂരൻ ഈ വൃദ്ധ-ബ്രാഹ്മണനെ ഭ്രാന്തൻ ആയി ചിത്രീകരിക്കുകയും അയാളെ
ശക്തമായ രീതിയിൽ എതിർക്കുകയും ചെയ്തു. പക്ഷേ ഒരാകർഷണ ശക്തി ആ വയസ്സിനോട് നമ്പ്യാരൂരന് ഉണ്ടായി. ഓല പുറത്തെടുത്തപ്പോൾ തന്നെ അത് നമ്പ്യാരൂരൻ കയ്യിൽ വാങ്ങി അത് നൂറായി കീറിക്കളഞ്ഞു. ഇത് ഒരിക്കലും വൃദ്ധബ്രാഹ്മണൻ പ്രതീക്ഷിച്ചിരുന്നില്ല. യുവാവ് പറഞ്ഞു, ദേശത്തെങ്ങുമില്ലാത്ത ഒരു വഴക്കം ആധാരമാക്കി തർക്കിൻ താൻ ആരാണെന്നും ഏത് ദേശക്കാരനാണെന്നും ചോദിച്ചു. അതിന് മറുപടിയായി ഞാൻ നല്ലൂർക്കാരനാണെന്നും ഓല കീറി എറിഞ്ഞതുകൊണ്ട് നമ്പ്യാരൂരൻ അപരാധമാണ് ചെയ്തതെന്നും പറഞ്ഞു. കൂടാതെ തൻ്റെ വാക്കിനോ പ്രവൃത്തിക്കോ തെളിവ് വേണമെങ്കിൽ വെണ്ണൈനെല്ലൂർ എന്ന ഗ്രാമസമാജക്കാരോട് അന്വേഷിച്ചാൽ മതിയെന്നും പറഞ്ഞു. ഇത് ചില അവിടെ കൂടിയിരുന്ന ജനങ്ങൾ കേട്ടിട്ട് അത് നമുക്കിപ്പോൾ അന്വേഷിക്കണമെന്ന് പറഞ്ഞ് ആ വൃദ്ധബ്രാഹ്മണൻ്റെ കൂടെ അവർ പോയി വെണ്ണനെല്ലൂർക്ക് പുറപ്പെട്ടു. അവിടെ ഒരുങ്ങി നിന്നിരുന്ന നല്ലൂർ ഗ്രാമസമാജത്തിൻ്റെ മുന്നിൽ ഈ കാര്യങ്ങളെല്ലാം വിവരിക്കപ്പെട്ടപ്പോൾ അവർ വൃദ്ധനോട് സാക്ഷികളെ കൊണ്ടായെന്ന് പറഞ്ഞു. പക്ഷേ അത് അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. മടിയിലുള്ള ആ ഓല കീറിക്കളഞ്ഞു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് അതിൻ്റെ മൂല ഓല തൻ്റെ കൈവശമുണ്ടെന്ന് പറഞ്ഞ് അതെടുത്തു കൊടുത്തു. ആ മൂല ഓല വായിച്ചപ്പോൾ സമാജക്കാർ ഇതിൽ സത്യമുണ്ടെന്ന് മനസ്സിലാക്കി. സമാജക്കാർ എല്ലാം പരിശോധിച്ചു. കയ്യൊപ്പ് മുതൽ സകല റെക്കോർഡുകളും പരിശോധിച്ചപ്പോൾ ഇത് സത്യമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ആ സമയം കൃത്യാന്തരഹീനനായി നിന്ന നമ്പ്യാരൂരൻ നല്ലൂർക്കാരായ തങ്ങൾക്ക് തന്നെ ഈ വൃദ്ധൻ ആരാണെന്നോ എവിടെ താമസിക്കുന്നുവെന്നോ അറിയില്ലെന്നും അതുകൊണ്ട് ഇയാൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് പറയണമെന്നും ആവശ്യപ്പെട്ടു. അതനുസരിച്ച് വൃദ്ധൻ പറഞ്ഞു, ഞാൻ കാണിച്ചു തരാം. ആ ഗ്രാമത്തിലെ തിരുവട്ടൂറൈ എന്ന ക്ഷേത്രദ്വാരത്തിലൂടെ അകത്ത് കിടന്ന വൃദ്ധനെ പെട്ടെന്ന് കാണാതായപ്പോൾ എല്ലാവരും അതിശയിച്ചു പോയി. ആടുമായി എന്ന് പരസ്യമായി അംഗീകരിച്ച നമ്പ്യാരൂരൻ മാത്രം സസ്നേഹം സംബോധന ചെയ്തുകൊണ്ട് ശ്രീകോവിലിനെ സമീപിച്ചു. അന്നേരം ഋഷഭാരൂഢനായി ഉമാസഹിതനായി ദർശനം കൊടുത്ത പരമശിവൻ നമ്പ്യാരൂരൻ്റെ പൂർവ്വകഥ മുഴുവൻ വിവരിച്ചു കൊടുത്തു. മാത്രമല്ല ഗൃഹസ്ഥാശ്രമം അവലംബിച്ച് അത് കഴിഞ്ഞ് ലോകപാശങ്ങളിൽ നിന്ന് വിട്ട് കൈലാസത്തിലേക്ക് തന്നെ തിരിച്ച് വരാനും നിനക്ക് കഴിയുമെന്ന് ഭഗവാൻ അരുളി ചെയ്തു. അപ്പോൾ ഭഗവാൻ പരമേശ്വരനെ ഈ ഭക്തൻ കൈകൂപ്പി അഞ്ജലിയോടുകൂടി സാഷ്ടാംഗ പ്രണാമം ചെയ്ത് ശിവാജ്ഞയെ ശിരസ അംഗീകരിച്ചു. ഭൂലോകവും ദേവലോകവും ഈ കൃത്യത്തെ പ്രശംസിക്കുന്നുണ്ട്. തന്നോട് വലിപ്പം കാണിച്ച് തർക്കിച്ചതുകൊണ്ട് നമ്പ്യാരൂരനെ ഇനി മുതൽ വൻതൊണ്ടർ, അതായത് വലിയ ഭക്തൻ എന്ന് ആദ്യമായി പരമശിവൻ വിളിച്ചു. അങ്ങനെ വൻതൊണ്ടൻ എന്ന പേര് ഈ നമ്പ്യാരൂരന് പതിഞ്ഞു. തമിഴകത്തെ രണ്ട് വലിയ സന്യാസി വിഭാഗങ്ങളാണ് വൻതൊണ്ടനെന്നും മെൻതൊണ്ടനെന്നും പറയുന്ന രണ്ട് വിഭാഗങ്ങൾ. ഇവരെ സാക്ഷാൽ ശിവഭഗവാൻ തന്നെയാണ് നിയോഗിച്ചത് എന്നാണ് പറയുന്നത്. വൻതൊണ്ടർ തീവ്ര ഭക്തന്മാരായിരിക്കും, പക്ഷേ അവർക്ക് വിവാഹം കഴിക്കാം. പക്ഷേ മെൻതൊണ്ടന്മാർക്ക് വിവാഹം നിഷിദ്ധമാണ്. അവർ ബ്രഹ്മചാരികളായി ശിവപാദസേവ ചെയ്തുകൊണ്ട് ജീവിക്കും. ഇതാണ് തമിഴകത്ത് പിൽക്കാലത്ത് വളരെ പ്രശസ്തമായ രണ്ട് സന്യാസ വിഭാഗങ്ങൾ, വൻതൊണ്ടനെന്നും മെൻതൊണ്ടനെന്നും. ആദ്യമായി വൻതൊണ്ടൻ എന്ന പേര് ഈ നമ്പ്യാരൂരനാണ് ഭഗവാൻ ശിവൻ നൽകിയത്. നമ്പ്യാരൂരൻ ഭഗവാൻ പരമശിവനോട് ഞാൻ ഏത് പ്രവൃത്തിയാണ് ഇനി ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നീ ഇനിയുള്ള കാലം മുഴുവനും ശിവദേവാലയങ്ങൾ സന്ദർശിച്ച് എന്നെ സ്തുതിച്ചുകൊണ്ട് അനേകം തേവാരങ്ങൾ എഴുതി എല്ലാവർക്കും മനസ്സമാധാനവും ശാന്തിയും നൽകുക. ഇത് കേട്ട് നമ്പ്യാരൂരൻ പറഞ്ഞു, ഞാൻ ഇന്നേ വരെ കവിത എഴുതിയിട്ടില്ല, തേവാരം എഴുതിയിട്ടില്ല, എനിക്ക് എഴുതാനും അറിയില്ല. അത് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് അങ്ങ് പറഞ്ഞു തരൂ എന്ന്
പരമശിവനോട് ചോദിച്ചു. അതനുസരിച്ച് പരമശിവൻ പറഞ്ഞു, നീ എന്നെ ആദ്യം വിളിച്ചത് പിത്ത എന്നല്ലേ, അതായത് ഭ്രാന്തൻ. അതുകൊണ്ട് പിത്ത എന്ന പദം ഉച്ചരിച്ചുകൊണ്ട് നീ ആദ്യത്തെ പാടൽ നിർമ്മിക്കൂ എന്ന് പറഞ്ഞു. അതനുസരിച്ചിട്ട് ഉടനെ തന്നെ ദൈവിക നിർദ്ദേശമനുസരിച്ചിട്ട് പിത്ത പിറൈ ചൂടി പെരുമാനെ അരുളാള എന്ന് സ്നേഹാദരമായി സുന്ദരമൂർത്തി തൻ്റെ ആദ്യത്തെ തേവാരം എഴുതി. അതാണ് പിത്ത പിറൈ ചൂടി പെരുമാനെ അരുളാള എന്ന ആദ്യത്തെ തേവാരം. അങ്ങനെ സുന്ദരമൂർത്തി നയനാർ പരമശിവൻ്റെ മുമ്പാകെ ചൊല്ലിക്കേൾപ്പിച്ചു. ഇതാണ് സുന്ദരമൂർത്തി നായനാരുടെ ആദ്യത്തെ തേവാരം. ഓം ശിവായ നമഃ.